രീതി വെണ്ടയ്ക്കക്കറി ഉണ്ടാക്കിയാൽ എത്ര ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ഒരു വെണ്ടയ്ക്കക്കറി. ഇതിൽ തേങ്ങ അരയ്ക്കൊന്നും വേണ്ട, ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഒരു വെണ്ടയ്ക്കക്കറി. തേങ്ങ അരച്ചൊന്നുമല്ല ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്കക്കറിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം മൂക്കാത്ത വെണ്ടയ്ക്ക എടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഈ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെയെന്ന് കാണിച്ചു തരാം. അധികം കട്ടി കുറച്ചല്ല, എന്നാൽ ചെറിയൊരു കട്ടിയിൽ ഈ ഒരു രീതിയിൽ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. ഇതിൻ്റെ ഈ ഒരു വഴുവഴുപ്പ് കാരണമാണ് കൂടുതൽ ആൾക്കാർക്കും ഇത് കറി വെക്കാൻ ഇഷ്ടമില്ലാത്തത്. പക്ഷെ ഒട്ടും വഴുവഴുപ്പൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാൻ എടുക്കാം. പാനിലേക്കില്ലേ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴട്ടി അതൊന്ന് വെന്തും കിട്ടും. അത് മാത്രമല്ല അതിൻ്റെ ആ വഴുവഴുപ്പും അപ്പം നന്നായി കുറഞ്ഞു കിട്ടും. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഭയങ്കര സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വഴട്ടിയെടുക്കുവാണ് ഞാൻ. വഴട്ടി അത് അപ്പോഴേക്കും നന്നായിട്ടൊന്ന് വെന്തും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഈ വെണ്ടയ്ക്ക ഒന്ന് കോരി മാറ്റിയ ശേഷം ഇതേ പാനിലേക്ക് തന്നെ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ജീരകം ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൊലി കളഞ്ഞ വെളുത്തുള്ളിയാണ്. ഇതൊരു 10-12 ഉണ്ടാവും. ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാവേ. ഇപ്പോൾ ഒരു നല്ല മണമൊക്കെ വരും കേട്ടോ. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി നല്ല രീതിയിൽ ഇതിൽ ചേർക്കണം. അപ്പോഴതിന് നല്ല ടേസ്റ്റ് കേട്ടോ. ചെറിയുള്ളി അധികം അരിയൊന്നും വേണ്ട, അത് ആ ഒരു രീതിയിൽ തന്നെ കിടക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനൊരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു പകുതി സവോളയാണ് എടുത്തേക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. സവോള അരിഞ്ഞ് ചേർത്തു. ചെറിയുള്ളി അരിയാതെ അതേപോലെ തന്നെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വാടി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. കുറച്ച് വെള്ളം ചേർത്താണ് കേട്ടോ ഞാൻ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചൊന്ന് കുറുകി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി സാധാരണ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്തേക്കുന്നത്. അത് 2 സ്പൂണാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇത് ആ പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് പോകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഈ ഒരു രൂപത്തിലായി കഴിയുമ്പോഴേക്കും നമുക്ക് പുളിവെള്ളം വേണം. പുളിവെള്ളം ഞാൻ നേരത്തെ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. ആ പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഞാനൊരു 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കില്ലേ നമുക്ക് കുറച്ച് ശർക്കര വേണം. മധുരത്തിന് ആവശ്യത്തിന് 1 സ്പൂൺ ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആദ്യം നമ്മൾ മൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വെണ്ടയ്ക്കയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കരിവേപ്പിലയും കൂടെ ചേർക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഒട്ടും വെണ്ടയ്ക്കയ്ക്ക് ആ വഴുവഴുപ്പൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ പുളിയും ചെറിയൊരു മധുരമൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ തന്നെ. ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും ഇത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് തളിച്ച് ചേർക്കാം. നമ്മൾ ആദ്യം വെണ്ടയ്ക്ക വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചേർത്തല്ലാതെ പിന്നെ ഇതിലേക്ക് എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് കടുക് തളിക്കാൻ നേരം ഇച്ചിരി എണ്ണ ചേർക്കാം. എന്നിട്ട് അതിലേക്കില്ലേ നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാവേ. പിന്നെ ചെറുതായിട്ടായിരുന്നു ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് നമ്മുടെ കറി റെഡിയായി. ചേർത്തിട്ട് ഉടനെ തന്നെ ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലേ കറി സെറ്റാണ് കേട്ടോ. നല്ല ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു തവണയിലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം. വേറെ ഒരു കറിയില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഞാനിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. എനിക്ക് സാധാരണ വെള്ള ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയത്. വെള്ള ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കുമ്പോഴേക്കും ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ ഒരു അച്ചാറോ ഒക്കെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. ഒരു തവണയിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഇതേപോലെയുള്ള എന്തെങ്കിലും റെസിപ്പികൾക്ക് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളോടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ വീഡിയോയും ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ
അപ്പം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.